ഹായ് ഹലോ എല്ലാവർക്കും സുഖമാണല്ലോ അല്ലേ. ഇന്ന് നമുക്ക് പൈനാപ്പിൾ ബോളി ഉണ്ടാക്കാവേ. ഇവിടെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാനിത് കോൺഫ്ലവറും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. കോൺഫ്ലവർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ എക്സ്പയറി ഒക്കെ നോക്കി മേടിക്കണം കേട്ടോ. ഞാൻ എന്നും പറയുന്ന പോലെ കുറേ നാൾ ഇരിക്കുമല്ലോ. ഒരു 3 സ്പൂൺ കോൺഫ്ലവറിന് ഒരു ഇച്ചിരി മഞ്ഞൾപ്പൊടിയും പിന്നെ ഒരു ആവശ്യത്തിന് അളവ് വരുന്ന പോലെ ഉപ്പും ചേർത്ത് വേറെ ഒന്നും ചേർക്കാനില്ല കേട്ടോ. സാധാരണ പച്ചവെള്ളത്തിൽ നല്ലപോലെ തരിയില്ലാണ്ട് കുഴച്ചെടുക്കണം. കൈ കൊണ്ട് തന്നെ കുഴച്ചെടുക്കണേ. പൈനാപ്പിൾ ആണെങ്കിലും നല്ലപോലെ തൊലിയൊക്കെ കളഞ്ഞേച്ച് ഒരര ഇഞ്ചൊക്കെ അടുത്ത് വരുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ നമ്മൾ തിരിച്ച് മറിച്ച് ഒക്കെ ഇടുമ്പോൾ ഒടിഞ്ഞു പോകാത്ത പോലെ ഇതുപോലെ വട്ടത്തി അരിഞ്ഞെടുക്കണേ. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ അകത്തുള്ള ആ ഭാഗം എടുക്കുന്നില്ലല്ലോ. അപ്പോൾ കത്തി കൊണ്ടൊരു പാട് വരുത്തിച്ച് വിരൽ കൊണ്ടങ്ങ് തള്ളി അവിടെ അങ്ങ് പോയി കിട്ടുവേ. പിന്നെ കോൺഫ്ലവർ ഇല്ലാത്തവരാണെങ്കിൽ 2 സ്പൂൺ അരിപ്പൊടിക്ക് 1 സ്പൂൺ മൈദ എന്നുള്ള അളവിൽ എടുത്താൽ മതി കേട്ടോ. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടിയപ്പം പത്തിരിയൊക്കെ ഉണ്ടാക്കുന്ന അരിപ്പൊടി. പിന്നെ ഇതിൻ്റെ മാവിൻ്റെ പരുവെന്ന് പറഞ്ഞാൽ ഇതാണ്. ഇതുപോലെ ഇരിക്കണം. ഈ ദോശമാവൊക്കെ ഉണ്ടാക്കി എടുക്കുകയല്ലേ, അതുപോലത്തെ ഒരു പരുവത്തിലിരിക്കണേ. പിന്നെ നമ്മൾ നമ്മുടെ പൈനാപ്പിൾ എടുത്ത് ഇതിൻ്റെ അകത്തോട്ട് ഇട്ട് വെച്ചാൽ ഈ മാവിൻ്റെ അകത്തോട്ട് വെച്ചിട്ട് മുക്കി പൊക്കുമ്പോൾ അത് ഒടിഞ്ഞു പോവേ. അപ്പോൾ ഈ ഹോളുള്ള ഇത് കൂട്ടി ചട്ടുകം പോലത്തെ സാധനം ഉണ്ടെങ്കിൽ എളുപ്പമുണ്ട്. എന്നിട്ട് ഇതുപോലെ തന്നെ കാണിക്കുവാണെങ്കിൽ കാണിച്ച് വെച്ച് നമ്മളൊരു പാനൊക്കെ ചൂടായി അതിൻ്റെ അകത്തോട്ട് ഇച്ചിരി വെളിച്ചെണ്ണ ഒഴിച്ചാൽ മതി കേട്ടോ. വെളിച്ചെണ്ണയ്ക്കകത്താണ് ഉണ്ടാക്കുന്നത്. എന്നിട്ട് അതിൻ്റെ അകത്തോട്ട് ഇതുപോലെ തന്നെ കോരി അങ്ങോട്ട് വെക്കണേ. ഇപ്പോൾ ഈ ഹോളുള്ള ചട്ടുക എടുക്കാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ അല്ലാണ്ട് നമ്മൾ കോരി ഒഴിക്കുമ്പോൾ ഇതിനകത്ത് കൂടുതൽ മാവ് വരുവേ. അപ്പോൾ ഇതാകുമ്പം കറക്റ്റായിട്ട് കിട്ടും. അതുകൊണ്ടാട്ടോ ഞാനിങ്ങനെ പറഞ്ഞത്. ഇനി ഒരു ചെറു തീയിൽ നല്ലപോലെ ഫ്രൈ ആക്കി എടുക്കണേ. പൈനാപ്പിൾ നമ്മൾ ചുമ്മാ ചെത്തി തിന്നുന്നതെന്ന് പറഞ്ഞാലും ഇങ്ങനെ കഴിക്കുമ്പോൾ ഈ ബോളിയായിട്ട് കഴിക്കുമ്പോൾ ഇതിൻ്റെ പച്ചച്ചവ ഒരു സുഖമില്ലേ. അപ്പോൾ നല്ലപോലെ ഫ്രൈ ആയിട്ട് എടുക്കണം. അതിൻ്റെ പുറം ഒരു ചെറിയ ബ്രൗൺ കളറാവുന്നോടം വരെ ഫ്രൈ ആക്കി എടുക്കണം കേട്ടോ. നല്ല സൂപ്പർ ടേസ്റ്റാണ്. പിന്നെ പിള്ളേർക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ. പിള്ളേർക്കായിട്ട് ഞാൻ ഇതിപ്പം എല്ലാവർക്കും കൂടി അങ്ങ് ഉണ്ടാക്കിയത് ആദ്യത്തെ ട്രിപ്പേ. പിള്ളേർക്കായിട്ട് ഉണ്ടാക്കുമ്പം ഞാൻ ഇതുപോലെ തന്നെ എടുത്ത് വയ്ക്കുവേ. എന്നിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഇച്ചിരി പഞ്ചസാര തൂക്കി കൊടുക്കും കേട്ടോ. അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. പിന്നെ ഇത് ഉണ്ടാക്കുമ്പോൾ പിള്ളേർക്കൊക്കെ ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നമ്മൾ നെയ്യോ ബട്ടറോ ഒക്കെ ഉപയോഗിച്ച് ഉണ്ടാക്കുന്ന കേട്ടോ കൂടുതൽ ടേസ്റ്റ്. ഞാനിപ്പോൾ ഇച്ചിരി വെളിച്ചെണ്ണ എടുത്തെന്നുള്ളതേ ഉള്ളേ. വെളിച്ചെണ്ണ ആണെങ്കിലും ചെറിയ അളവിൽ മതി, ചെറുതായിട്ട് ഒഴിക്കാവുള്ളൂ. അന്നേരം അത് ഫ്രൈ ആയിട്ട് കിട്ടിക്കോളും. അടിക്കൊന്നും പിടിക്കത്തില്ല കേട്ടോ. ഇതേ പരുവത്തിന് നല്ല സൂപ്പർ ടേസ്റ്റാണ്. പുറമൊക്കെ നല്ല ഹാർഡും അകം നല്ല സോഫ്റ്റും കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയൊക്കെ നോക്കണം. ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് കമൻറ്റൊക്കെ ഇട്ട് സപ്പോർട്ടൊക്കെ ചെയ്യണേ. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം കേട്ടോ. ഓക്കെ, ബൈ.